ശരി, ഓക്കെ, ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. വാഞ്ചാകൽപതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശിശ്രാധ ഗോപി മന്ത്രിസ് കോൺവെന്റിന്റെ ഷോർട്ട് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ലൈവ്. ഹരേ കൃഷ്ണ മാതാജി ലൈവ് വന്നില്ല. ലൈവ് ഉണ്ട് മാതാജി. എനിക്ക് കിട്ടിയില്ല മാതാജി. ഉണ്ടല്ലോ മാതാജി, ലൈവ് കിട്ടിയിരുന്നല്ലോ മാതാജി. എനിക്ക് വന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം ഗുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മതേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദാനമോസ്തുതേ. ശ്രീമദ് ഭാഗവതം കി ജയ്. ശ്രീ പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 8 ഹിന്ദി മഹാറാണിയുടെ പ്രാർത്ഥനകൾ ശ്ലോകം 32. നമ്മൾ ഇന്നലെ ഇത് കുറച്ചെടുത്താണ്. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യതോ പ്രിയസ്യാന്വവായേ മലയസ്യേവ ചന്ദനം. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യതോ പ്രിയസ്യാന്വവായേ മലയസ്യേവ ചന്ദനം. ചന്ദനം. ഹരേ കൃഷ്ണ. അജനായ അങ്ങ് ചാതനായത് ധർമ്മശീലരായ രാജാക്കന്മാരുടെ കീർത്തിക്ക് വേണ്ടിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വേറെ ചിലരാകട്ടെ അങ്ങയുടെ പ്രിയതമരായ ഭക്തരിൽ ഒരുവനായ യദുരാജാവിനെ സന്തോഷിപ്പിക്കുവാനായിട്ടാണ് ജാതനായതെന്ന് അഭിപ്രായപ്പെടുന്നു. മലയാദ്രികളിൽ ചന്ദന വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് പോലെയാണ് അങ്ങ് യദുകുലത്തിൽ ആവിർഭവിക്കുന്നത്.
അപ്പോ ഇവിടെ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഭഗവാൻ അജനാണ് അല്ലെ, ജനനമില്ലാത്തവനാണ്. എങ്കിലും ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഈ ലോകത്തെ ജനിക്കുന്നു അല്ലെ, ഈ ആവിർഭവിക്കുന്നു. നമ്മള് ഭഗവത്ഗീത പറയുന്നു ഭഗവാൻ എന്തിനാണ് ജനിക്കുന്നത്, ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ജനിക്കുന്നു അല്ലെ. പിന്നെ പറയുന്നു ഭക്തന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്ന് അല്ലെ. ഇവിടെ കുന്തി മഹാറാണി പറയാണ് ധർമ്മശീലരായ രാജാക്കന്മാരുടെ കീർത്തിക്ക് വേണ്ടിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു അല്ലെ. യുധിഷ്ഠിരൻ ധർമ്മശീലനായിട്ടുള്ള രാജാവാണ്, യുധിഷ്ഠിരന്റെ കീർത്തിക്ക് വേണ്ടിയാണ് ഭഗവാൻ യദുകുലത്തിൽ ജനിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വേറെ ചിലരാകട്ടെ അങ്ങയുടെ പ്രിയതമരായ ഭക്തരിൽ ഒരുവനായ യദുരാജാവിനെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ജാതനായതെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോ മറ്റു ചിലര് പറയുന്നു യദു മഹാരാജാവ്, ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ടുള്ള യദു മഹാരാജാവിനെ സന്തോഷിപ്പിക്കാനാണ് ആ ഒരു കുടുംബത്തില് ഭൂജാതനായത് അല്ലെങ്കിൽ ആവിർഭവിച്ചത് എന്ന് പറയുന്നു. പിന്നെ കുന്തി മഹാറാണി പറയാണ് മലയാത്രികളിൽ ചന്ദന വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് പോലെയാണ് അങ്ങ് യദുകുലത്തിൽ ആവിർഭവിക്കുന്നത്. നമുക്കറിയാം ഈ കാടുകളിലൊക്കെ എങ്ങനെയാണ് ചന്ദന വൃക്ഷം, ആരെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ട് വരുന്നതാണോ? ചന്ദന വൃക്ഷം തനിയെ വരുന്നതാണ് അല്ലെ. അതുപോലെയാണ് ഭഗവാൻ ആവിർഭവിക്കുന്നത് എന്നാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. ഈ ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ ആവിർഭാവം വിഭ്രമം ആകുന്നതാകയാൽ അജനായ ഭഗവാന്റെ ജനനത്തെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. താൻ സർവസൃഷ്ടിയുടെയും നാഥനും അജനുമാണെന്നിരിക്കലും ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു. ഭഗവാൻ സ്വയം ആ സത്യത്തെ സ്ഥിരീകരിക്കാൻ അജനായ ഭഗവാന്റെ ജന്മത്തെ നിഷേധിക്കാൻ സാധിക്കില്ല. എന്നിരിക്കലും ഭഗവാൻ എന്തുകൊണ്ട് അവതരിക്കുന്നു എന്നതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഇതേക്കുറിച്ചും ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ധാർമ്മിക തത്വങ്ങളെ പുനഃസ്ഥാപിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും തന്റെ ആന്തരിക ശക്തിയാൽ ഭഗവാൻ അവതരിക്കുന്നു. അജന്റെ അവതാര ദൗത്യം ഇതാണ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇന്നലെ. എന്നിരിക്കലും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിര രാജനെ പ്രകീർത്തിക്കാനാണ് ഭഗവാൻ ജന്മമെടുത്തതെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ സർവരുടെയും ക്ഷേമത്തിനായി പാണ്ഡവരുടെ രാജ്യം സ്ഥാപിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിശ്ചയമായും ആഗ്രഹിച്ചു. ഒരു ധർമ്മിഷ്ഠനായ രാജാവ് ലോകം ഭരിക്കുമ്പോൾ ജനങ്ങൾ സന്തുഷ്ടരാണ്. രാജാവ് ദുഷ്ടനാകുമ്പോൾ പ്രജകൾ അസന്തുഷ്ടരാകുന്നു. കലിയുഗത്തിൽ ഭൂരിപക്ഷം ഭരണാധിപന്മാരും അധാർമികരാണ്. ആകയാൽ ജനങ്ങളും സദാ അസന്തുഷ്ടരാണ്. ഇവിടെ പറയുന്നത് യുധിഷ്ഠിര മഹാരാജാവ്, അദ്ദേഹം ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിനെ പ്രകീർത്തിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്, ദ്വാപര യുഗത്തിൽ അവതരിച്ചത് എന്ന് കുന്തി മഹാറാണി പറയുന്നു. അതുപോലെ ഒരു ധർമ്മിഷ്ഠനായ രാജാവ് ഉണ്ടെങ്കിൽ ആ രാജ്യം മുഴുവൻ എന്താണ്, ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കും അല്ലെ, ഭക്തന്മാരാക്കാൻ സാധിക്കും, എല്ലാവർക്കും ഭക്തി ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാവും അവിടെ. അപ്പൊ എല്ലാവർക്കും ഗുണമാണ് ഒരു ഭക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് ലോകം ഭരിക്കുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് കലിയുഗത്തില് ഇവിടെ പറയുന്നു ഭൂരിപക്ഷം ഭരണാധിപന്മാരും അധാർമികരാണ്. എല്ലാവരും എന്താണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് അല്ലെ. ഒരിക്കലും രാജ്യത്തിലെ ജനങ്ങളുടെ സന്തുഷ്ടിയോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണോ അവരുടെ ഐശ്വര്യോ ഇതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം എന്താണ്, അവർക്ക് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് മാത്രം, അവർക്ക് വലിയ വീട് വേണം, സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ കലികാലത്തില് ഇങ്ങനെയുള്ള ആളുകളാണ് ഉണ്ടാവുക എന്ന് ഇവിടെ പറയുന്നു. ആകയാൽ ജനങ്ങളും സദാ അസന്തുഷ്ടരാണ്. എന്നാൽ ജനാധിപത്യത്തിൽ അധർമ്മികളായ ജനങ്ങൾ സ്വയം അവരെ ഭരിക്കേണ്ട പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ആകയാൽ അവരുടെ അസന്തുഷ്ടിക്ക് ഹേതുവായി ആരെയും പഴിക്കാൻ അവർക്കാവില്ല. അതായത് നമ്മൾ തന്നെ നമ്മുടെ അസന്തുഷ്ടിക്ക് കാരണമാകുന്നു അല്ലെ, നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ ഭരണാധികാരികളെ. അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന് കാരണം അല്ലെ, അതിനാരെയും പഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. നള മഹാരാജാവും മഹാധർമ്മിഷ്ഠനായ പുണ്യശ്ലോക രാജാവായി സുപ്രസിദ്ധനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണനുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ആകയാൽ ഇവിടെ പുണ്യശ്ലോകം എന്നത് ശ്രീകൃഷ്ണ ഭഗവാനാൽ പ്രകീർത്തിക്കപ്പെട്ട യുധിഷ്ഠിര രാജാവിനെ കുറിക്കുന്നു. അപ്പോ നള മഹാരാജാവ്, നളനും ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള രാജാവായിരുന്നു. അപ്പോ പുണ്യശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് ഭഗവാനെ കുറിക്കുന്നതാണ്. നളന് ആരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല, ഭഗവാനുമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു മഹാധർമ്മിഷ്ഠനായ രാജാവ് എന്ന് പറയുന്നത് യുധിഷ്ഠിരനെയാണ് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത് ശിലപ്രഭുപാദൻ. അതായത് പുണ്യശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ പ്രകീർത്തിക്കപ്പെട്ട എന്നാണ്, അതാണ് അതിന്റെ അർത്ഥം. പുണ്യശ്ലോകൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ പര്യായമാണ്. ഭഗവാനെയാണ്
അങ്ങനെയുള്ള ഭഗവാനെ പ്രകീർത്തിക്കുന്ന അത്രയും പുണ്യമാണ് ആ ഒരു ശ്ലോകം. അതുകൊണ്ടാണ് പുണ്യശ്ലോകൻ എന്ന് പറയുന്നത്. പുണ്യശ്ലോകം എന്നത് ശ്രീകൃഷ്ണ ഭഗവാനാൽ പ്രകീർത്തിക്കപ്പെട്ട യുധിഷ്ഠിര മഹാരാജാവിനെ കുറിക്കുന്നു. യദുകുലത്തിൽ ജന്മമെടുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ യദു രാജാവിനെയും മഹാത്മ്യപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഭഗവാൻ യദുകുലത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ യദു മഹാരാജാവ് ആരായി? കീർത്തിമാനായി അല്ലെ, അദ്ദേഹത്തിനെയും കീർത്തിപ്പെടുത്തിയിരിക്കുന്നു, മഹാത്മ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം യാദവൻ, യദുവീരൻ, യദുനന്ദനൻ എന്നിങ്ങനെയെല്ലാം കൃഷ്ണൻ അറിയപ്പെടുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ കിട്ടിയിട്ടുള്ളത് യദു മഹാരാജാവിന്റെ കുടുംബത്തിൽ വന്ന് ജനിച്ചത് കൊണ്ടാണ്, അവതരിച്ചത് കൊണ്ടാണ്. ഭഗവാൻ അത്തരം പ്രീത്യർത്ഥമായ പ്രവർത്തനങ്ങളിൽ നിന്നും സദാ സ്വതന്ത്രനാണെങ്കിൽ കൂടിയും ആ പേരുകൾ സ്വീകരിച്ചു. ഭഗവാന് അത്തരം പ്രീത്യർത്ഥമായ പ്രവർത്തനങ്ങളിൽ നിന്നും സദാ സ്വതന്ത്രനാണെങ്കിൽ കൂടി, അപ്പോ ഭഗവാൻ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാണ് അല്ലെ, ഒന്നിനും ഭഗവാനെ ബന്ധിക്കാൻ കഴിയില്ല. അപ്പൊ ഈ കുടുംബ പാരമ്പര്യത്തിന്റെ ഒന്നും ആവശ്യം ആർക്കില്ല? ഭഗവാനില്ല. കാരണം ഭഗവാൻ ഒരു കുടുംബത്തിലും പെടുന്ന ആളല്ല, ഭഗവാൻ എല്ലാറ്റിനും അതീതനാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഭഗവാൻ ആ പേരുകളൊക്കെ സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. മലയപർവ്വതങ്ങളിൽ വളരുന്ന ചന്ദന മരങ്ങളെ പോലെയാണ് ഭഗവാൻ. എങ്ങും എവിടെയും മരങ്ങൾക്ക് വളരാമെങ്കിൽ തന്നെയും ചന്ദന മരങ്ങൾ അധികവും മലയപർവ്വതങ്ങളിലാണ് തഴച്ചു വളരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ വരുന്നതാണ് ചന്ദന മരങ്ങൾ അല്ലെ. അപ്പൊ പർവ്വതങ്ങളില് ധാരാളമായിട്ട് ചന്ദന മരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് അവിടെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എല്ലായിടത്തും ചന്ദന മരങ്ങൾക്ക് വളരാം, പക്ഷെ അവിടെ ചന്ദന മരങ്ങള് ധാരാളം തഴച്ചു വളരുന്നു എന്നാണ് പറയുന്നത്. എന്നതിനാൽ ചന്ദന മരവും മലയപർവ്വതവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ആകയാൽ ഭഗവാൻ സൂര്യനെ പോലെ നിത്യ അജൻ എങ്കിൽ തന്നെയും സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുന്നത് പോലെ അദ്ദേഹവും ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുന്നു. സൂര്യൻ ഒരിക്കലും കിഴക്കൻ ചക്രവാളത്തിന്റെ സൂര്യൻ പുത്രനല്ലെന്നതുപോലെ ഭഗവാനും ആരുടെയും പുത്രനല്ല, അതേസമയം ഏവരുടെയും പിതാവുമാകുന്നു. ഇവിടെ സൂര്യനോട് ഉപമിക്കുകയാണ്. സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നത് അല്ലെ. അതിന്റെ അർത്ഥം സൂര്യൻ കിഴക്ക് ഭാഗത്ത് കിഴക്കൻ ചക്രവാളത്തിന്റെ പുത്രൻ എന്നല്ല. സൂര്യൻ ആരുടെയും പുത്രനല്ല. അതുപോലെ ഭഗവാനും ആരുടെയും പുത്രനല്ല, എല്ലാവരുടെയും പിതാവാണ്. അഹം ബീജപ്രദ പിത ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാവരുടെയും പിതാവാണ് ഭഗവാൻ. പക്ഷെ ഭഗവാൻ എന്താണ്? ഓരോരുത്തരെ തന്റെ അച്ഛനമ്മമാരാകാൻ, അതായത് ഒരു ഭക്തന്മാരെ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഭഗവാൻ. അവർക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്, ഭഗവാനെ സേവിക്കാനായിട്ടുള്ള ഒരു അവസരം. ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാൻ അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭഗവാന്റെ അച്ഛനും അമ്മയും ആകുകയെന്ന് വെച്ചാൽ ഭഗവാനേക്കാൾ ഉപരിയായിട്ടല്ല, ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിന്റെയും ഉപരി. ഭഗവാൻ അവരെ അച്ഛനും അമ്മയായിട്ട് തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോപ്യകാത് അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോപ്യകാത് അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. കൃഷ്ണ. ഇവിടെ നമുക്ക് ഈ ഒരു എഫ് പോലെയുള്ള ഒരു ലെറ്റർ ഇവിടെ എല്ലാവർക്കും കാണാവുന്നത് അഭ്യഘാതാണ് കേട്ടോ അർത്ഥം. നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കേണ്ട കാര്യമില്ല. യാചിതോഭ്യഘാത് എന്ന് വായിക്കാം. അത് സ്പ്ലിറ്റ് ചെയ്താണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ അതിന്റെ മീനിങ് നോക്കുമ്പോൾ കാണാൻ പറ്റും. യാചിതഃ അഭ്യഘാത്. അതായത് ഈ ഓ എന്നുള്ളത് ലോപിച്ചിട്ട് യാചിതഃ ആയി മാറി അഭ്യഘാത് എന്ന് വായിക്കണം. അപ്പൊ നമ്മളിത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഈ എഴുതിയത് പോലെ വായിച്ചാൽ മതി. പക്ഷെ നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു അണ്ടർസ്റ്റുഡ്. നമ്മള് എന്താ പറയുക, സൈലന്റ് ലെറ്റർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അതുപോലെ ഇവിടെ ഒരു ആ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാണ്. അഭ്യഘാത് അപരേ മറ്റുള്ളവർ, വസുദേവസ്യ വസുദേവന്റെ, ദേവക്യാം ദേവകിയുടെ, യാചിതഃ വേണ്ടി പ്രാർത്ഥിക്കയാൽ, അഭ്യഘാത് ജാതനായി, അജഹ അജൻ ത്വം അങ്ങാകുന്നു, അസ്യ അദ്ദേഹത്തിന്റെ, ക്ഷേമായ നന്മയ്ക്കായി, വധായ വധിക്കാനായി, ച സുരദ്വിഷാം ദേവന്മാരോട് അസൂയാലുക്കളായവരുടെ. വർത്തനം ഭാരതമേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് കി ജയ്. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരുടെ പുത്രനായി അങ്ങ് അവതാരമെടുത്തതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്. എങ്കിലും ദേവന്മാരുടെ ക്ഷേമത്തിനും
അവരോട് അസൂയുള്ളവരെ നിഗ്രഹിക്കുവാനും വേണ്ടി അങ്ങ് ജന്മമെടുക്കുന്നു. അപ്പോ കുന്തി മഹാറാണി വീണ്ടും പറയാണ്, എന്താ പറയുന്നത്? വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ അവർക്ക് പുത്രനായി അവതാരമെടുത്തത് എന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. അപ്പോ നമുക്കറിയാം, വസുദേവനും ദേവകിയും 3ാമത്തെ തവണയാണ് ഭഗവാനെ മാതാപിതാക്കളാകുന്നത്. 3 വട്ടം അവര് ഭഗവാന്റെ തപസ് അനുഷ്ഠിച്ച് അവര് 3 വട്ടം പ്രാർത്ഥിച്ചുത്രേ എനിക്ക് ഭഗവാനെ പോലൊരു മകൻ വേണമെന്ന്. അപ്പോ ഭഗവാൻ പറഞ്ഞു, എന്നെ പോലൊരു ആരും ഇല്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ പോലെ. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് മകനായിട്ട് 3 തവണ ജനിക്കും, 3 തവണ അവതരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ 3ാമത്തേതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് വരുന്നത്. അപ്പോ വസുദേവരും നല്ല ജലദോഷം, അതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ അവർക്ക് പുത്രനായി അവതാരം എടുത്തത് എന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് കുന്തി മഹാറാണി പറയാണ് ഭഗവാനോട്. നിസ്സംശയം അങ്ങ് അച്ഛനാണ്. അപ്പോ എന്നാലും കുന്തി മഹാറാണിക്ക് സംശയമില്ല, ഭഗവാൻ അങ്ങനെ ജനിക്കുന്നവനാണെന്നുള്ളൊരു സംശയം കുന്തി മഹാറാണിക്ക് ഇല്ല. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ജന്മം എടുക്കുന്നയാളാണ് നല്ല കുന്തി മഹാറാണി പറയുന്നത്. നിസ്സംശയം അങ്ങ് അച്ഛനാണ്. ഒരിക്കലും ഭഗവാൻ ജന്മം എടുക്കേണ്ട ആളല്ല, അല്ലെങ്കിൽ ജനിച്ചു മരിക്കുന്ന ഒരാളല്ല. എങ്കിലും ദേവന്മാരുടെ ക്ഷേമത്തിനും, അതായത് ആരാണ് ഈ ദേവന്മാര്? സുര അല്ലെ, സുരന്മാരെന്നാണ് പറയുക. ദേവന്മാരുടെ ഒരു പേരാണ് സുരന്മാർ. അസുരന്മാരെന്ന് പറയുന്നത് എന്താണ്? ദേവന്മാരല്ലാത്തവര്. അപ്പൊ ദേവന്മാരുടെ ക്ഷേമത്തിനും അവരോട് അസൂയുള്ളവരെ നിഗ്രഹിക്കുവാനും. അവരോട് അസൂയുള്ളവരാരാണ്? അസുരന്മാരാണ് അല്ലെ. അപ്പൊ ദേവന്മാരോട് സദാ, സുരന്മാരായിട്ടുള്ള ദേവന്മാരോട് എപ്പോഴും അസൂയുള്ളവരാണ് അസുരന്മാര്. അസുരന്മാരെ നിഗ്രഹിക്കാനും വേണ്ടി അങ്ങ് ജന്മമെടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിനായിട്ട്, സുരന്മാരായിട്ടുള്ള ദേവന്മാരുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭഗവാൻ അവതരിക്കുന്നു. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വസുദേവരും ദേവകിയും പൂർവ്വജന്മത്തിൽ സുതപസ്സും കൃഷ്ണിയുമായിരുന്നു എന്നും ഭഗവാൻ അവരുടെ പുത്രനായി ജനിക്കാൻ കഠിനമായ തപശ്ചര്യകൾ അവർ അനുഷ്ഠിച്ചു എന്നും തത്ഫലമായി ഭഗവാൻ അവരുടെ പുത്രനായി അവതാരമെടുത്തു എന്നും പറയപ്പെടുന്നു. അപ്പോ വസുദേവരും ദേവകിയും അവരുടെ പൂർവ്വജന്മത്തില് സുതപസ്സും കൃഷ്ണിയുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാൻ അവർക്ക് മകനായി ജനിക്കാൻ വേണ്ടി അവർ അത്രമാത്രം തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ ഈ ജന്മത്തില്, അതായത് ഈ ഒരു ദ്വാപരയുഗത്തില് അവർക്ക് ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചത്. ലോകത്തിലെ സർവമാന ജനങ്ങളുടെയും ക്ഷേമത്തിനായും അസുരന്മാരെ അഥവാ ഭൗതികവാദികളായ നാസ്തികരെ സമൂലം നശിപ്പിക്കാനുമായി ഭഗവാൻ അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ മുമ്പ് തന്നെ ഉദ്ഘോഷിച്ചിരിക്കുന്നു. അപ്പോ ഭഗവാൻ എല്ലാവരുടെയും നന്മയ്ക്കായി, എങ്ങനെയുള്ള ആളുകളുടെ? ശരിക്കും പറഞ്ഞാൽ സൂര്യന്മാരുടെയും അസുരന്മാരുടെയും നന്മയ്ക്ക് തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. പക്ഷെ അസുരന്മാരെ പ്രത്യക്ഷത്തിൽ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ആ ശിക്ഷ കൊണ്ട് അവർക്ക് ഗുണം തന്നെ കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സർവമാന ജനങ്ങളുടെയും ക്ഷേമത്തിനായിട്ടും ഭഗവാൻ അവതരിക്കുന്നു. അതുപോലെ അസുരന്മാരെ അഥവാ ഭൗതികവാദികളായ നാസ്തികരെ സമൂലം നശിപ്പിക്കാനുമായി ഭഗവാൻ അവതരിപ്പിക്കുന്നു. അവരിലെ ആ ഭൗതികതയാണ് നശിപ്പിക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അസുരന്മാർ നമ്മള് ഭഗവത്ഗീതയിൽ പഠിച്ചു, എന്താണ്? വ്യക്തികളാണോ തെറ്റ് ചെയ്യുന്നത്? അല്ല അല്ലെ. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഒരു വ്യക്തിയല്ല തെറ്റ് ചെയ്യുന്നത്. ആരാണ്? ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ അസുരന്മാരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവര് ഭഗവാനെ എതിർക്കുന്നു. ഭഗവാനെ എതിർത്തുകൊണ്ട് ഭൗതികതയിൽ മാത്രം ആസ്വദിച്ച് അവരവരുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലെ. അങ്ങനെ അവർക്ക് ആ ഒരു സ്ഥിതി വരാൻ എന്താ കാരണം? അത് നമ്മൾ ഭഗവത്ഗീത 16ാമത്തെ അധ്യായത്തില് വ്യക്തമായി പഠിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് അസുരന്മാരുടെ സ്വഭാവം, അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അവരോട് എങ്ങനെയാണ് ഭഗവാൻ പണിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അതൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പൊ അതുകൊണ്ട് അസുരന്മാരായിട്ടുള്ള ആളുകളെ, ഭൗതികവാദികളായിട്ടുള്ള നാസ്തികരെ സമൂലം നശിപ്പിക്കാനുമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഉദ്ഘോഷിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ ഭാരാവതാരണായന്യേ ഭോ നവ ഇവോ ദധോ സീദന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മാ ഭുവാർത്തിതഃ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാരാവതാരണായന്യേ ഭോ നവ ഇവോ ദധോ
ദന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മാ ഭുവാർച്ചിതഃ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാര അവതാരണായ ലോകഭാരം കുറക്കാനായി മാത്രം അന്യേ മറ്റുള്ളവർ ഭുവഹ ഭുവനത്തിന്റെ നാവഹ നൗക ഇവ പോലെ ഉദതൗ സാഗരത്തിൽ സീതന്ത്യാഹ ദുഃഖിക്കുന്ന ഭൂരി അതിതീവ്രമായി ഭാരേണ ഭാരത്താൽ ജാതഹ അങ്ങ് ജനിക്കുകയുണ്ടായി ഹി നിശ്ചയമായും ആത്മഭുവ ബ്രഹ്മദേവനാൽ അർത്ഥിതഃ വേണ്ടി പ്രാർത്ഥിക്കയാൽ വിവർത്തനം ഭാവർത്തമേസി ഭക്തി വേദാന്ത സംശയ പ്രഭുപാത് കി ജയ്. ഭൂമിദേവി ഈ കടലിലെ നൗക എന്ന പോലെ അമിത ഭാരത്താൽ ദുഃഖിതയാണെന്നും ആകയാൽ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം ആ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നതെന്നും മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. ഓ ഭഗവാന്റെ അവതാരം എടുക്കുന്നതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് കുന്തി മഹാറാണി ഇവിടെ പറയുന്നത് അല്ലെ. കുറെ പേര് എന്താ പറഞ്ഞത്, യുധിഷ്ഠിരനെ പ്രകീർത്തിക്കാൻ വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ കീർത്തി എല്ലായിടത്തും പരത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചതെന്ന് പറയുന്നു. പിന്നെ കുറെ പേര് പറയുന്നു യദു രാജാവിന്റെ ശുദ്ധ ഭക്തനായിട്ടുള്ള യദു രാജാവിനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ടാണ് അവതരിച്ചത് എന്ന് പറയുന്നു അല്ലെ. പിന്നെ ഭഗവത്ഗീത പറയുന്നു ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണെന്ന്. പിന്നെ അതുപോലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു ഭക്തന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുമാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ അടുത്ത കാരണം പറയാണ് കുന്തി മഹാറാണി, ഭൂമിദേവി കടലിലെ നൗക എന്ന പോലെ അമിത ഭാരത്താൽ ദുഃഖിതയാണെന്നും ആകയാൽ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം ആ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നതെന്നും മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. അപ്പോ ഭൂമിദേവി അസുരന്മാരായിട്ടുള്ള കുറെ പേരുടെ ഭാരം താങ്ങാൻ പറ്റാതെ ആയിട്ട് ആരോടാണ് കംപ്ലൈന്റ് പറയാ? ഭൂമിദേവി കംപ്ലൈന്റ് പറയുന്നത് ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ടാണ്. അപ്പൊ ബ്രഹ്മാവ് ആ കംപ്ലൈന്റ് ആരുടെ അടുത്ത് കൊടുക്കും? ഭഗവാന്റെ അടുത്ത്. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. അപ്പൊ ഭൂമിദേവിയുടെ ആ ഒരു കംപ്ലൈന്റ് ആർക്ക് പോയിട്ടുണ്ട്? ബ്രഹ്മാവിന് പോയിട്ടുണ്ട്. അപ്പൊ ആ ബ്രഹ്മാവിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഭഗവാൻ ഈ ഒരു കഷ്ടതയൊക്കെ, ഭൂമിദേവിയുടെ കഷ്ടതയൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. ഭക്തി വേദാന്ത സംശയ പ്രഭുപാത് കി ജയ്. സൃഷ്ടിക്ക് തൊട്ടു പിന്നാലെ ജനിച്ച ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് നാരായണന്റെ നേരിട്ടുള്ള പുത്രനാകുന്നു. നാരായണൻ ഗർഭോദകശായി വിഷ്ണു രൂപത്തിൽ ആദ്യം ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നു. ആത്മീയ സമ്പർക്കമില്ലാതെ ജഡവസ്തുവിനെ സൃഷ്ടിക്കാനാവില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ഈ തത്വം അനുവർത്തിക്കപ്പെടുന്നു. പരമാത്മാവ് പ്രപഞ്ചത്തിൽ പ്രവേശിക്കുകയും പ്രഥമ ജീവസൃഷ്ടിയായ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയ നാഭിയിൽ നിന്നും പൊന്തി വന്ന അംബുജ അഗ്രത്തിൽ ജാതനാകുകയും ചെയ്തു. ആകയാൽ വിഷ്ണു പത്മനാഭൻ എന്നറിയപ്പെടുന്നു. ലക്ഷ്മി മാതാവുമായി സന്ധിക്കാതെ തന്നെ പിതാവിൽ നിന്നും നേരിട്ട് ജന്മമെടുക്കിയാൽ ബ്രഹ്മദേവൻ ആത്മഭൂ എന്നറിയപ്പെടുന്നു. ലക്ഷ്മി ദേവി ഭഗവാൻ നാരായണന്റെ സമീപത്തു തന്നെ സേവന നിരതയായി ഉപദിഷ്ടയായിരുന്നു എങ്കിൽ തന്നെയും ലക്ഷ്മി ദേവിയുമായി സന്ധിക്കാതെ തന്നെ നാരായണ ഭഗവാൻ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. ഭഗവാന്റെ അനന്ത ശക്തിക്ക് ദൃഷ്ടാന്തമാണിത്. മറ്റ് ജീവാത്മാക്കളെ പോലെ ഭഗവാൻ നാരായണനെയും കരുതുന്ന മൂഢന്മാർ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതാകുന്നു. അപ്പോ ഇവിടെ ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടിക്ക് തൊട്ടു പിന്നാലെ ജനിച്ച ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് ആദ്യ ജീവാത്മാവാണ് അല്ലെ. നമ്മൾ ഭാഗവതത്തിലും തുടക്കത്തിൽ തന്നെ പഠിച്ചു ആദികവയെ എന്ന് അല്ലെ. ആദികവയെ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണെന്ന് പഠിച്ചു. ബ്രഹ്മാവിന് ഹാർട്ട് ടു ഹാർട്ട് ട്രാൻസ്മിഷൻ ആണ് ഭഗവാൻ ജ്ഞാനം പകർന്നു കൊടുത്തത്. അപ്പോ ആദികവി എന്ന് പറയുന്നു. അപ്പോ സൃഷ്ടിക്ക് തൊട്ടു പിന്നാലെ ജനിച്ച ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് നാരായണന്റെ നേരിട്ടുള്ള പുത്രനാകുന്നു. ഇവിടെ നാരായണൻ എന്ന് പറയുന്നത് ഗർഭോദകശായി വിഷ്ണുവിനെയാണ്. അപ്പൊ ആ നാരായണന്റെ ഗർഭോദകശായി വിഷ്ണു ആയിട്ടുള്ള നാരായണന്റെ നേരിട്ടുള്ള പുത്രനാണ് ബ്രഹ്മാവ്. നാരായണൻ ഗർഭോദകശായി വിഷ്ണു രൂപത്തിൽ ആദ്യം ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നു. ഗർഭോദകശായി വിഷ്ണു രൂപത്തിൽ ആദ്യം ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നു. ആത്മീയ സമ്പർക്കമില്ലാതെ ജഡവസ്തുവിനെ സൃഷ്ടിക്കാനാവില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ഈ തത്വം അനുവർത്തിക്കപ്പെടുന്നു. അപ്പോ ആത്മീയ സമ്പർക്കമാണ് എന്തിനു വേണ്ടത്? ഒരു ജീവാത്മാവ് എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഈ ഭൗതികതയിലുള്ളതല്ല അല്ലെ. നമ്മളൊക്കെ പഠിച്ചു ജീവാത്മാവിന്റെ പ്രത്യേകത എന്താണ്?
അത് ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. മമൈ വാംശോ ജീവലോകെ, അത് സനാതനനാണ് അല്ലെ, ഒരിക്കലും നാശമില്ലാത്ത ഒന്നാണ്. അപ്പൊ അതിന്റെ പ്രകൃതി എന്താണ്? ആത്മീയമാണ് അതിന്റെ പ്രകൃതി. ജീവാത്മാവിന്റെ പ്രകൃതി ആത്മീയമാണ്. അപ്പോ ആ ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് അല്ലെ. ഭഗവാൻ നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു പ്രപഞ്ചം അത് അതായത് ഒരു പ്രളയം സംഭവിക്കുമ്പോൾ എല്ലാം ഭഗവാനിൽ പോയി ചേരുന്നു. വീണ്ടും അടുത്ത ഒരു സൃഷ്ടിയുടെ ഇത് വരുമ്പോ എല്ലാം അതുപോലെ പുനർ ആവിർഭവിക്കുന്നു. അതുപോലെ ഭഗവാനിൽ നിന്ന് ആര് വന്നു? ബ്രഹ്മാവ് വന്നു. അത് എന്തിന്റെ സമ്പർക്കമില്ലാതെ, എന്തിന്റെ വെറും ജഡവസ്തുവിന് ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റില്ല ആത്മീയത ഇല്ലാതെ എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ജീവൻ ഉണ്ടെങ്കിൽ, ഒരു ജീവാത്മാവ് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ഒരു കുട്ടി ഉണ്ടാവുന്നുള്ളൂ അല്ലെ. നമ്മള് ഒരു കുട്ടി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ആ കുട്ടിയുടെ ശരീരമുണ്ട്, പിന്നൊന്ന് ജീവാത്മാവുണ്ട്. അപ്പൊ ജീവാത്മാവ് എന്ന് പറയുന്ന ആ ഒരു ആത്മീയ സമ്പർക്കം അതില്ലാതെ വെറും ജഡവസ്തുവിന്, അതായത് ഒരു ശരീരം മാത്രമായിട്ട് ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ഈ തത്വം അനുവർത്തിക്കപ്പെടുന്നു. പരമാത്മാവ് പ്രപഞ്ചത്തിൽ പ്രവേശിക്കുകയും പ്രഥമ സൃഷ്ടി ആയ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയ നാഭീ പൊന്തി വന്ന് അംബുജാഗ്രത്തിൽ ജാതനാവുകയും ചെയ്തു. ഓ ഭഗവാന്റെ ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു ജീവാത്മാവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സൃഷ്ടി ആരംഭം മുതൽ തന്നെ ഈ തത്വം അനുവർത്തിക്കപ്പെടുന്നു. പരമാത്മാവ് പ്രപഞ്ചത്തിൽ പ്രവേശിക്കുകയും, പരമാത്മാവ് എന്ന് പറയുന്നത് ആരാണ്? ക്ഷീരോദകശായി വിഷ്ണു അല്ലെ. ഈ ക്ഷീരോദകശായി വിഷ്ണു ഓരോ സൃഷ്ടിയുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ബ്രഹ്മാവിന്റെ ഉള്ളിലും ആരുണ്ട്? പരമാത്മാവുണ്ട്. ആ പരമാത്മാവ് പ്രപഞ്ചത്തിൽ പ്രവേശിക്കുകയും പ്രഥമ ജീവസൃഷ്ടിയായ ബ്രഹ്മാവ് എങ്ങനെ ഉണ്ടായി? ഭഗവാന്റെ നാഭീപത്മത്തിൽ നിന്ന്, അതായത് നാരായണൻ എന്ന് പറയുന്ന ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭീപത്മത്തിന്റെ അഗ്രത്തിലാണ് ബ്രഹ്മാവ് ഭൂജാതനായത്. ആ ബ്രഹ്മാവ് ലക്ഷ്മി മാതാവുമായിട്ട് സന്ധിക്കാതെ പിതാവിൽ നിന്ന് നേരിട്ട് ജന്മമെടുത്തത് കൊണ്ട് തന്നെ ആത്മഭൂ എന്നറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ സ്വയംഭൂ എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. നമ്മള് ഭാഗവതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വേർഡാണ് സ്വയംഭൂ എന്നൊക്കെ. അപ്പോ ഒരു അമ്മ ഇല്ലാതെ അച്ഛനിൽ നിന്നും മാത്രം ഭഗവാനിൽ നിന്ന് നേരിട്ടുണ്ടായിട്ടുള്ള ഒരു ജീവാത്മാവാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനെ ആത്മഭൂ എന്ന് പറയുന്നു. ലക്ഷ്മി ദേവി ഭഗവാൻ നാരായണന്റെ സമീപത്ത് തന്നെ സേവനനിരതയായി ഉപവിഷ്ടയായിരുന്നു എങ്കിൽ തന്നെയും ലക്ഷ്മി ദേവിയുമായി സന്ധിക്കാതെ തന്നെ നാരായണ ഭഗവാൻ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. ഭഗവാന്റെ അനന്ത ശക്തിക്ക് ദൃഷ്ടാന്തമാണിത്. അതായത് ആരും ഇല്ലാത്തത് കൊണ്ടല്ല, അതായത് ബ്രഹ്മാവിനെ അമ്മ ഇല്ലാതിരുന്നത് ലക്ഷ്മി ദേവി ഭഗവാന്റെ സമീപത്ത് ഇല്ലാതിരുന്നിട്ടല്ല, പക്ഷെ ഭഗവാൻ ആരാണ്? അനന്ത ശക്തിക്ക് ഉടമയാണ് അല്ലെ. അതുകൊണ്ട് ഭഗവാൻ എന്തിന്റെ ആവശ്യമില്ല? സൃഷ്ടിക്കാൻ ഒരു അമ്മയുടെ ആവശ്യമില്ല. ഭഗവാന് നേരിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണിത് എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഭഗവാന് അത് സാധിക്കും. മറ്റ് ജീവാത്മാക്കളെ പോലെ ഭഗവാൻ നാരായണനെയും കരുതുന്ന മൂഢന്മാർ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതാകുന്നു. ഇപ്പൊ ഭഗവാൻ നാരായണനും നമ്മളെ പോലെയാണ് എന്ന് വിചാരിക്കുന്നവര് ഈ ഒരു പാഠം ഉൾക്കൊള്ളണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കൊരിക്കലും ഇതുപോലെ ഒരു നാഭീപത്മത്തിൽ നിന്ന് ഒരു സൃഷ്ടിയും ഉണ്ടാക്കാൻ സാധിക്കില്ല, പക്ഷെ ഭഗവാന് സാധിക്കും. നാരായണൻ ഒരു സാധാരണ ജീവാത്മാവല്ല, അദ്ദേഹം സ്വയം പരമദിവ്യോത്തമ പുരുഷനാകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മുഴുവൻ ശക്തിയും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ സർവ്വഭാഗത്തുമുണ്ട്. അപ്പൊ ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും എന്താണ്? അതീന്ദ്രിയമാണ് അല്ലെ. നമ്മള് ബ്രഹ്മസംഹിതയിൽ പഠിക്കുന്നുണ്ട്, അങ്കാനീയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി. ഭഗവാന് ആഹാരം കഴിക്കാൻ നാവ് അല്ലെങ്കിൽ പല്ല് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. ഭഗവാന് കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ ആഹാരം കഴിക്കാൻ പറ്റും. ഭഗവാന് നടക്കാൻ കാല് തന്നെ വേണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഭഗവാന് ഒരു ഇന്ദ്രിയത്തിന് മറ്റൊരു ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മുഴുവൻ ശക്തിയും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ സർവ്വഭാഗത്തുമുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സാധാരണ ജീവാത്മാവ് സന്താനത്തെ ജനിപ്പിക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ ആകുന്നു. ഒരുവന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിധത്തിലല്ലാതെ ശിശുവിനെ ജനിപ്പിക്കുന്നതിന് അവന് വേറെ യാതൊരു മാർഗവുമില്ല. അപ്പോ ഭൗതിക ലോകത്ത് നമുക്ക് അത് മാത്രമേ മാർഗമുള്ളൂ അല്ലെ. അതായത് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ പുത്ര പറയുന്നത്. എന്നാൽ നാരായണൻ കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ ദാദി? എന്നാൽ സർവശക്തിമാനാകയാൽ യാതൊരു ശക്തിയുടെയും നിയന്ത്രണത്തിന് വിധേയനല്ല.
അദ്ദേഹത്തിന്റെ അനേക വിധങ്ങളായ ശക്തികളാൽ എന്തും ഏതും അനായാസേനയും കൃത്യമായും ചെയ്യുവാൻ പൂർണ്ണനും സ്വതന്ത്രനുമാണ് അദ്ദേഹം. അപ്പൊ ഭഗവാനെ ആരും നിയന്ത്രിക്കാനില്ല അല്ലെ, ഭഗവാനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തിയുടെയും നിയന്ത്രണത്തിന് ആര് വിധേയനല്ല? ഭഗവാൻ വിധേയനല്ല. അദ്ദേഹത്തിന്റെ അനേക വിധങ്ങളായ ശക്തികളാൽ എന്തും ഏതും അനായാസേനയും കൃത്യമായും ചെയ്യുവാൻ പൂർണ്ണനും സ്വതന്ത്രനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പല പല ശക്തികളുണ്ട് അല്ലെ, ഭഗവാന്റെ അനന്തമായ ശക്തികൾ കൊണ്ട് ഭഗവാൻ എന്തും ചെയ്യാൻ ആരുടെയും സഹായത്തിന് ആവശ്യമില്ല, ആരുടെയും പെർമിഷനും വേണ്ട. പരിപൂർണ സ്വതന്ത്രനുമാണ് ഭഗവാൻ. ആകയാൽ ബ്രഹ്മാവ് മാതൃഗർഭത്തിൽ നിക്ഷേപിക്കപ്പെടാതെ പിതാവിന്റെ നേരിട്ടുള്ള പുത്രനാകുന്നു. ആകയാൽ അദ്ദേഹം ആത്മഭൂ എന്നറിയപ്പെടുന്നു. സർവശക്തിമാനായ ഭഗവാന്റെ ശക്തിയെ രണ്ടാം തരമായി പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ ബ്രഹ്മാവ് പ്രപഞ്ചത്തിലെ തുടർന്നുള്ള സൃഷ്ടികൾക്ക് ചുമതലക്കാരനാകുന്നു. ഇപ്പോ ഭഗവാൻ ഒരു സ്ത്രീ സമ്പർക്കമില്ലാതെ ബ്രഹ്മാവിനെ സ്വന്തം നാഭീപത്മത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മഭൂ, അതായത് ബ്രഹ്മാവിനെ പറയുന്നു ആത്മഭൂ അല്ലെങ്കിൽ സ്വയംഭൂ എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയാണ് ബ്രഹ്മാവിനെ അറിയപ്പെടുന്നത്. അപ്പോ പിന്നീടുള്ള സൃഷ്ടി, അതായത് ബ്രഹ്മാവിനെ ഭഗവാൻ തന്നെ നേരിട്ട് സൃഷ്ടിച്ചു, അതിനെ എന്ത് പറയും? സർഗ എന്ന് പറയും. ഭഗവാന്റെ നേരിട്ടുള്ള സൃഷ്ടിയാണ് സർഗ. ഇനി വിസർഗ, രണ്ടാം സൃഷ്ടി, അത് ചെയ്യുന്നത് ആരാണ്? ബ്രഹ്മാവാണ് ഇത് ചെയ്യുന്നത്. അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം, ഭഗവാൻ എങ്ങനെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ പ്രകാരമാണ് ബ്രഹ്മാവ് ഒരു ഒരു സേവകനെ പോലെയാണ് ബ്രഹ്മാവ് രണ്ടാമത്തെ സൃഷ്ടി, അതായത് വിസർഗ ചെയ്യുന്നത്. ബാക്കി എല്ലാ ജീവാത്മാക്കളെയും സൃഷ്ടിക്കുന്നത് ആരാണ്? ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത് അല്ലെ. ഈ പ്രപഞ്ചത്തില് രണ്ടാം സൃഷ്ടി, അതായത് ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിൽ നിന്ന് വരുന്ന എല്ലാം എന്താണ്? വിസർഗ, രണ്ടാമത്തെ സൃഷ്ടിയായിട്ടാണ് പറയുന്നത്. തുടർന്നുള്ള ഈ ബ്രഹ്മാവ് പ്രപഞ്ചത്തിലെ തുടർന്നുള്ള സൃഷ്ടികൾക്ക് ചുമതലക്കാരനാകുന്നു. പ്രപഞ്ചത്തിന്റെ പ്രഭാമണ്ഡലത്തിനുള്ളിൽ പരമപുരുഷ ഭഗവാന്റെ പരമാത്മഭാവമായ ക്ഷീരോദകശായി വിഷ്ണു ഹരേ കൃഷ്ണ. ജൂലി മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ ഇറങ്ങട്ടെ, മറ്റേ ക്ലാസ് തുടങ്ങി. ഓക്കെ മാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രപഞ്ചത്തിന്റെ പ്രഭാമണ്ഡലത്തിനുള്ളിൽ പരമപുരുഷ ഭഗവാന്റെ പരമാത്മഭാവമായ ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ധാമമായ ശ്വേതദീപം എന്നറിയപ്പെടുന്ന അതീന്ദ്രിയ ലോകമുണ്ട്. പ്രപഞ്ചത്തിലെ ഭരണാധിപരായ ദേവന്മാരാൽ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പ്രശ്നപരിഹാരത്തിനായി ബ്രഹ്മദേവനെ സമീപിക്കുന്നു. എന്നാൽ ബ്രഹ്മദേവനെ കൊണ്ട് പോലും അത് പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ ബ്രഹ്മദേവൻ പ്രശ്നപരിഹാരത്തിനായി ഒരു അവതാരത്തിന് വേണ്ടി ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ഉപദേശം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇവിടെ ആ ഒരു പ്രൊസീജിയർ ആണ് പറയുന്നത്. അതായത് ക്ഷീരോദകശായി ബ്രഹ്മാവ് വന്നിരിക്കുന്ന ആരുടെ നാഭീപത്മത്തിൽ നിന്നാണ്? ഗർഭോദകശായി വിഷ്ണുവിന്റെ, അനന്തപത്മനാഭന്റെ നാഭീപത്മത്തിൽ നിന്നാണ് അല്ലെ. ആ ബ്രഹ്മാവ് ശ്വേതദീപത്തിൽ ഇരിക്കുന്ന ക്ഷീരോദകശായി വിഷ്ണുവിന്റെ അടുത്താണ് എല്ലാ കംപ്ലൈന്റ്സും അല്ലെ, ഇവിടെയുള്ള ബാക്കിയുള്ള സെക്കൻഡറി ക്രിയേഷൻ, അങ്ങനെയുള്ള വിസർഗ എന്ന ആ ഒരു ക്രിയേഷനിലുള്ള എല്ലാ ജീവാത്മാക്കളും അവർക്ക് പ്രോബ്ലംസ് വരുമ്പോ, അതായത് ദേവി ദേവന്മാർക്കൊക്കെ പ്രോബ്ലംസ് വരുമ്പോ അവർ ആരുടെ അടുത്താ പോയി കംപ്ലൈന്റ് പറയാ? ബ്രഹ്മാവാണ് അവരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ. കാരണം ബ്രഹ്മാവ് വിസർഗ, സെക്കൻഡറി ക്രിയേഷൻ, അത് ചെയ്തിരിക്കുന്നത് ബ്രഹ്മാവാണ്. അപ്പൊ ആ ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യും ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് അല്ലെ. അങ്ങനെ പ്രോബ്ലംസ് ബ്രഹ്മാവിനാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ബ്രഹ്മാവ് സോൾവ് ചെയ്യും. അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ബ്രഹ്മാവ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ക്ഷീരോദകശായി വിഷ്ണു, ശ്വേതദ്വീപിലാണ് ക്ഷീരോദകശായി വിഷ്ണു ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ധാമമായ ശ്വേതദ്വീപം എന്നറിയപ്പെടുന്ന അതീന്ദ്രിയ ലോകമുണ്ട്. അപ്പോ ഇതിന്റെ ഒരു അറ്റത്ത്, അത് നേരിട്ട് അവിടെ പ്രവേശിക്കില്ല. ഇങ്ങേ അറ്റത്ത് ആ ഒരു ക്ഷീരസാഗരത്തിന്റെ ഇപ്പുറത്തെ അറ്റത്ത് നിന്നിട്ട് ബ്രഹ്മാവ് പുരുഷ സൂക്തം ചൊല്ലും എന്നാണ് പറയുന്നത്. അങ്ങനെ പുരുഷ സൂക്തം ചൊല്ലിയിട്ടാണ് ഭഗവാനോട് കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഓരോ കാര്യങ്ങളും റിക്വസ്റ്റ് ചെയ്യുന്നത് ബ്രഹ്മാവ്. അപ്പൊ പ്രശ്നപരിഹാരത്തിനായി ഒരു അവതാരത്തിന് വേണ്ടി ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ഉപദേശം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കംസനാലും മറ്റുള്ളവരാലും ഭൂമി ഭരിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉദിക്കുകയും അസുരന്മാരുടെ ദുഷ്പ്രവൃത്തികളാൽ ഭൂമി വളരെയധികം ഭാരമുള്ളതായി തീരുകയും ചെയ്തു. ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരോടൊപ്പം ക്ഷീരോദക സാഗര തീരത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി കൃഷ്ണൻ അവതരിക്കുമെന്ന് അവർക്ക്
സന്ദേശം ലഭിക്കുകയും ചെയ്തു. ആകയാൽ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന മൂലമാണ് ഭഗവാൻ അവതരിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഭൂമി ദേവിയുടെ ഭാരം കൂടി കംസൻ അതുപോലെയുള്ള ആസുരികമായിട്ടുള്ള ആളുകളെ ദുഷ്പ്രവൃത്തി കാരണം ഭൂമി ദേവിക്ക് ഭാരം കൂടിയത് കാരണം ഭൂമി ദേവി ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനോടൊരു അവതാരത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വെച്ചാണ് ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരോടൊപ്പം ക്ഷീരോദക സാഗര തീരത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഭഗവാൻ ദേവകി പുത്രനായിട്ട്, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള സന്ദേശം ആർക്ക് ലഭിച്ചു? ബ്രഹ്മാവിന് ലഭിച്ചു. ആകയാൽ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന മൂലമാണ് ഭഗവാൻ അവതരിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ ഭഗവാന്റെ അവതാരത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിലും കുന്തി മഹാറാണി പറഞ്ഞത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे, हरि हरि बोल, हरे कृष्ण सर्वम श्री कृष्णार्पणमस्तु। हरे कृष्ण माताजी, हरे कृष्ण माताजी, हरे कृष्ण माताजी। हरे कृष्ण।